വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ്, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട യുവാവ് ജീവിക്കുന്നത് ചക്രകസേരയുടെ സഹായത്താൽ. പിതാവാകട്ടെ അർബുദ രോഗം ബാധിച്ച ചികിത്സയിലും. നിത്യജീവിതത്തിനായി എന്തു ചെയ്യണമെന്ന് കരുതിയിരിക്കുന്ന 8 പേരടങ്ങുന്ന കുടുംബത്തിന് കരുതലായി നാട്ടുകാർ. 39 വയസ്സുകാരനായ ഹരിദാസിന്റെ കുടുംബത്തിനാണ് വേങ്ങശ്ശേരി ഹരിദാസം കൂട്ടായ്മയുടെ സന്മനസ്സിൽ തണലൊരുക്കിയത്. പച്ചിരിക്കാട്ടിൽ ഹരിദാസിന് ഹാൻഡ് ബ്രേക്കുള്ള ഓട്ടോറിക്ഷ വാങ്ങി നൽകിയായിരുന്നു ഉപജീവന മാർഗമൊരുക്കി നൽകിയത്. മാസാമാസം 7000 രൂപയോളം മരുന്നിനു വേണ്ടി 1 വർഷത്തിലേറെയായി മാസാമാസം നൽകുന്നത് കൂടാതെയാണ് 1.5 ലക്ഷം രൂപ ചെലവിൽ സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ വാങ്ങി നൽകിയത്. ലോട്ടറി കച്ചവടമോ മറ്റോ ചെയ്ത് ജീവിതം മുന്നോട്ട് നീക്കാനാണ് സഹായമൊരുക്കിയത്. വീടിന് പുറത്തിറങ്ങുന്നതിലൂടെ വീൽചെയറിൽ നിന്ന് മോചനമാകാൻ സാധ്യതയുണ്ടെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് ഉപജീവനത്തിന് സഹായമൊരുക്കിയത്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഹരിദാസിന് ഒരു ഓട്ടോറിക്ഷ കൊടുക്കണം എന്നുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയതിൻ്റെ ഫലമായിട്ട് അത് വയങ്കാവ് ക്ഷേത്രത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഓട്ടോറിക്ഷ കൈമാറി. ഹരിദാസം എന്നൊരു ഗ്രൂപ്പ് അദ്ദേഹത്തിന് കഴിഞ്ഞ 1 വർഷമായിട്ട് മരുന്നിനുള്ള ഒരു ചെറിയ തുക കൈമാറുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഓട്ടോറിക്ഷ, ഹാൻഡ് ബ്രേക്കുള്ള ഒരു ഓട്ടോറിക്ഷ ഹരിദാസിന് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചത്. സ്വന്തമായി അയാളുടെ യുക്തിക്കനുസരിച്ച് അതിലെന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അയാൾക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ഓട്ടോറിക്ഷയെ കൊടുക്കാനുള്ള തീരുമാനത്തിലെത്തിയതാണ്. അങ്ങനെയാണ് ഹരിദാസിന് ഓട്ടോറിക്ഷ കൊടുക്കുന്നത്. അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങൾ കുറച്ചാളുകൾ ഇവിടെ സുമനസ്സുകൾ ചേർന്നിട്ട് ചെയ്തതാണ്. പ്രത്യേകിച്ച് അതിൽ വൈഡായിട്ടുള്ളൊരു നാട് മുഴുവൻ നടന്നിട്ടിരിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവരും അതോടനുബന്ധിച്ചൊരു യാത്രാ ക്ലബ്ബുണ്ട്, അവരുടെയും കൂടി വളരെ ശ്രമഫലമായിട്ടാണ് ഇത്. അവരുടെ പരിധിയുള്ള ആളുകൾ എല്ലാവരും കൂടി ഗ്യാദർ ചെയ്തിട്ട് നമ്മൾ സ്വരൂപിച്ച ഈ എമൗണ്ട് കൊണ്ടാണ് ഹരിദാസിന് ഈ ഓട്ടോറിക്ഷ നമുക്ക് വാങ്ങിക്കൊടുക്കുവാൻ. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന ഹരിദാസിന് 2020 കോവിഡ് കാലത്താണ് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഗുരുതര പരിക്കേൽക്കുന്നത്. നട്ടെല്ലിന് പരിക്കേറ്റ ഹരിദാസ് അരയ്ക്ക് താഴെ തളർന്ന് കിടപ്പിലായി. അച്ഛൻ രാമകൃഷ്ണന്റെ കൃഷിപ്പണിയിൽ നിന്നും ഹരിദാസിന്റെ വരുമാനത്തിൽ നിന്നും ജീവിച്ചിരുന്ന കുടുംബം ഇതോടെ തൃശൂർ മെഡിക്കൽ കോളേജിലെ ചികിത്സയെ തുടർന്ന് പതിയെയാണ് ഹരിദാസ് ജീവിതത്തിലേക്ക് തിരികെ വരാൻ തുടങ്ങിയത്. ഇതിനിടെ അച്ഛൻ രാമകൃഷ്ണന് അർബുദം ബാധിച്ചതോടെ അമ്മ നാരായണിക്കുട്ടി, ഹരിദാസിന്റെ ഭാര്യയും 2 മക്കളും സഹോദരന്റെ 2 മക്കളും ഉൾപ്പെടെയുള്ള കുടുംബം കൂടുതൽ ബുദ്ധിമുട്ടിലായി. നിത്യജീവിതം പോലും പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് ഹരിദാസം കൂട്ടായ്മ സഹായത്തിനെത്തുന്നത്. ചാവക്കാട് സ്വദേശി 2 വർഷം മുമ്പ് നൽകിയ ഇലക്ട്രിക് വീൽചെയറിലിരുന്ന് വീട്ടിലൂടെ സഞ്ചരിക്കാമെന്നായി. പുറത്തിറങ്ങി സഞ്ചരിക്കുന്നതിലൂടെ മാത്രമേ എണീറ്റ് നടക്കാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് മാറൂ എന്ന ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശം ഹരിദാസ് കൂട്ടായ്മയെ അറിയിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂട്ടായ്മ പണം സമാഹരിച്ച് ഓട്ടോറിക്ഷ വാങ്ങി നൽകിയത്. വേങ്ങശ്ശേരി വായക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ നായർ, സരോജിനി അമ്മ ദമ്പതികൾ ചേർന്ന് താക്കോൽ കൈമാറി. 2020 മെയ് 1 ആക്സിഡന്റ് പറ്റി കിടപ്പിലായത്. അവിടുന്ന് ഒരു 10-28 ദിവസം ആശുപത്രിയിൽ തന്നെയായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് ബെഡിൽ തന്നെയായിരുന്നു ഒരു 5 കൊല്ലത്തോളം. അവിടുന്ന് ഇപ്പോഴാണ് ഈ ഓട്ടോറിക്ഷ കിട്ടിയപ്പോഴാണ് നമുക്ക് പുറത്ത് ഇറങ്ങാനും നാട്ടുകാരെ കാണാനും തുടങ്ങിയത്. അത് കാരണം കൊണ്ട് എനിക്ക് കുറേ അത്യാവശ്യം എല്ലാം ഒരു എന്താണെന്ന് പറയുക, ആരോഗ്യത്തിനും എല്ലാത്തിനും ഒരു മാറ്റങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് കാർഡ് പട്ടോ അങ്ങനെ ലോട്ടറി ടിക്കറ്റ് അങ്ങനെ വെക്കാനാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ നാട്ടുകാർ എല്ലാവരും സഹായിച്ച് നമുക്കൊരു ഓട്ടോറിക്ഷ എടുത്തു തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.